Hi dears, welcome back to Sharina's World. ഹലോ. അപ്പൊ കുറേ ദിവസം ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് വേറെ ഒന്നല്ല, നമ്മൾ ലിയോമോന് പാടില്ലായിരുന്നു. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ആ കാര്യമൊക്കെ. അപ്പൊ ലിയോമോന് പനി വരാനായിട്ട് മെയിൻ ആയിട്ട് ഒരു റീസൺ ഉണ്ട്. ആ റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ അപ്പം ഇന്ന് ന്യൂ മോംസിന് വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നേക്കണം. ന്യൂ മോംസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്നെപ്പോലെ ഒരു ബോയിന്റെ ഒരു മോമിന് വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നേക്കുന്നത്. കാരണം ആൺകുട്ടികളുള്ള അമ്മമാർ എന്തായാലും നിർബന്ധമായിട്ട് കണ്ടിരിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടൊരു കാര്യമുണ്ട്. അപ്പൊ എന്തായാലും ആൺകുട്ടികളുടെ അമ്മമാർ ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് അറിയാവുന്നവരും ഉണ്ടാവട്ടെ, പക്ഷെ എന്നെപ്പോലെ അറിയാത്തവരും കുറെ പേരുണ്ടാവും. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യണത് തന്നെ. ലിയമോൻ അപ്പൊ പനി വന്നിട്ട് 2-3 ദിവസമായിട്ടൊന്നും കുറയുന്നുണ്ടായിരുന്നില്ല. മെഡിസിൻ കൊടുക്കുമ്പോൾ കുറയണതല്ലാതെ അവന്റെ പനിയൊന്നും കുറയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടാമത് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബ്ലഡ് യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കി. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് അവന് ബ്ലഡിൽ യൂറിൻ ഇൻഫെക്ഷൻ നല്ലപോലെ ഉണ്ടായിരുന്നിട്ടാ. യൂറിൻ ഇൻഫെക്ഷൻ ആയപ്പോഴത്തേക്കും ഡോക്ടർ ആദ്യം എന്നോട് ചോദിച്ചത്, കുട്ടിയുടെ പ്രൈവറ്റ് പാർട്ട് എങ്ങനെയാണ് നിങ്ങൾ വാഷ് ചെയ്യണത്, നല്ലപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കാറുണ്ടാകുന്നിട്ട് എന്നോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞ സാധാരണ കുളിപ്പിക്കുമ്പോൾ നമ്മൾ സോപ്പ് വെള്ളമൊക്കെ ഇട്ട് കഴുകും, അല്ലാതെ ഞാൻ വേറെ ക്ലീൻ ചെയ്യാറില്ല, എനിക്കറിയില്ല എങ്ങനെ ക്ലീൻ ഒന്നും ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ ഡോക്ടർ എന്ന് പറഞ്ഞ് അങ്ങനെയല്ല ചെയ്യേണ്ടത്, കുട്ടിയുടെ പ്രൈവറ്റ് പാർട്ടിന്റെ സ്കിന്ന് താഴ്ത്തിയിട്ട് വേണം ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ എനിക്കറിയില്ല, എന്നോട് ആരും പറഞ്ഞു തന്നിട്ടില്ല കേട്ടാ. അങ്ങനെ ഡോക്ടറെ കാണിച്ചു തരാന്ന് പറഞ്ഞ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഇതിന്റെ സ്കിന്ന് താഴുന്നുണ്ടായില്ല. ഡോക്ടർ പറഞ്ഞു എന്നാൽ നമുക്ക് സർജനെ കൺസൾട്ട് ചെയ്യാമെന്ന് പറഞ്ഞ്. അങ്ങനെ പിറ്റേന്ന് ഞങ്ങൾ സർജൻ ഡോക്ടറെ ഒന്ന് കണ്ടപ്പോൾ ഡോക്ടറും പറഞ്ഞ് ഇതിന്റെ ചെറിയ ഹോളാണ്, ഇത് താഴുന്നില്ല, അപ്പൊ അതുകൊണ്ട് അവിടെ അഴുക്കൾ ഇരുന്നിട്ടായിരിക്കും കുട്ടിക്ക് ഇങ്ങനെ ഇൻഫെക്ഷൻ അയക്കണേന്ന് പറഞ്ഞു. ഇത് 2 ഓപ്ഷനാണ്. ഒന്നെങ്കിൽ സുന്നത്ത് ചെയ്യേണ്ടി വരും, ഇല്ലെന്നുണ്ടെങ്കിൽ ഡോക്ടർ ബലത്തിൽ താഴെ ഇട്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം സർജൻ ഡോക്ടർ വന്ന് നോക്കി അവന്റെ സ്കിന്ന് താഴേക്ക് വലിച്ചിട്ട് തന്നായിരുന്നു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഇത് നിങ്ങൾ ഡെയിലി ഇങ്ങനെ സ്കിന്ന് താഴത്തേക്ക് ആക്കി അവിടെ നല്ലപോലെ സോപ്പും വെള്ളമൊക്കെ ഇട്ട് വാഷ് ചെയ്ത് നല്ല ഉണക്കി വെക്കണം, എന്നിട്ട് സ്കിന്ന് വീണ്ടും നേരെ തിരിച്ചിടണമെന്നും പറഞ്ഞായിരുന്നു കേട്ടാ. നല്ല സെയിം കരച്ചിലായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം അവൻ. ഡോക്ടർ പറഞ്ഞത് അവന് വേദന എടുത്തിട്ടല്ല എന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി. പക്ഷെ എനിക്കറിയാലോ, ആദ്യം അവര് മരവിപ്പിക്കാൻ വേണ്ടി ജെല്ല് വെച്ചിട്ടാണ് ചെയ്തതെങ്കിലും പിന്നീട് നല്ല വേദന ഉണ്ടായി. കാരണം ബ്ലഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നിട്ട് അത് ചെയ്തപ്പോഴത്തേക്ക് അവന്റെ അവിടെ നിന്നും. പിന്നീട് അവൻ ആ മരവിപ്പ് പോകുമ്പോഴത്തേക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. അവൻ അവിടെ തൊടിയിക്കണം കൂടി ഉണ്ടായിരുന്നില്ല കേട്ടാ. പക്ഷെ ആദ്യത്തെ ദിവസം ഒന്നും അവൻ അങ്ങനെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അവൻ തൊടുമ്പോ തന്നെ നല്ല കരച്ചിലായിരുന്നു. പക്ഷെ ഡോക്ടർ പറഞ്ഞ് നിങ്ങൾ അത് കാര്യം നോക്കണ്ട, അവന്റെ കരച്ചിൽ നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. അപ്പൊ ആദ്യമേ തന്നെ നിങ്ങൾ കുറച്ച് കാര്യം ആക്കാതെ ഇത് ചെയ്തോളാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് അവന്റെ അവിടെ സ്കിന്ന് താഴ്ത്തിയിട്ടിട്ട് ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ ചെയ്യാറുണ്ട്, പക്ഷെ എനിക്ക് തോന്നണ് അങ്ങനെ ചെയ്യണേ നല്ലത് സർജറി തന്നെ ചെയ്യണേയിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നണത് കേട്ടോ. കാരണം അതാകുമ്പോഴത്തേക്കും എപ്പോഴും പിള്ളേരിന്റെ അവിടെ ക്ലീൻ ആയിട്ട് ഇരിക്കും. ഇതിപ്പോ നമ്മൾ ചെറുതിൽ ഇങ്ങനെ കഴുകിയൊക്കെ കൊടുക്കും, പക്ഷെ വലുതാവുമ്പോഴത്തേക്ക് അവരത് ചെയ്യണമെന്നില്ല. അപ്പൊ എന്നെ പോലെ ന്യൂ മോംസ് ആയ എല്ലാ അമ്മമാരും ഇതൊന്ന് ശ്രദ്ധിക്കുക. ബോയ്സിന്റെ യൂറിൻ പാസ് ചെയ്യുന്നിട്ട് സ്കിന്നൊന്ന് താഴ്ത്തിയിട്ടിട്ട് വേണം സോപ്പ് വെള്ളമൊക്കെ ഉപയോഗിച്ച് കഴുകി നല്ലപോലെ തുടച്ചൊക്കെ ഇട്ട് സ്കിന്ന് അതേപോലെ തന്നെ വലിച്ചിടുകയും വേണം കേട്ടാ. ഈ സംഭവം എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഇതിനെ കുറിച്ച് ആരും എന്നോട് പറഞ്ഞു തന്നിട്ടില്ല, എങ്ങനെ ചെയ്യണം എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. അന്നേരം ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഇത് അറിഞ്ഞത്. അപ്പൊ ഞാൻ വിചാരിച്ചു ശരിയാണ്, ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം. കാരണം എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ഇതിലോട്ട് ഞാൻ ഈ വീഡിയോ ചെയ്തത് തന്നെ. ഇത് അറിയുന്നവരുണ്ടാവും, എനിക്കറിയില്ല. പക്ഷെ എന്റെ ഭൂരിഭാഗം പേരും എനിക്കറിയാവുന്ന ആരും ഇതിനോട് പറഞ്ഞു തന്നിട്ടില്ല. അവർക്ക് ചോദിച്ചപ്പോൾ അവർക്കും അറിയത്തില്ലായിരുന്നു കേട്ടാ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണത് തന്നെ. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ഇൻഫോർമേഷൻസ് വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ. Thank you for watching, and please subscribe and like.